ഇന്ന് പകലിലെ രാവിലെ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു കൂട്ടായ്മ ഹോൺസ്ബർഗിൽ ദൈവം അനുവദിച്ചു തന്നു. അവിടെ വരുമ്പോൾ ഞാൻ പ്രിയ തമ്പിച്ചാനോട് ചോദിക്കാനിടയായി തോന്നുന്നു, ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിന് ഇന്ത്യയിൽ ഇന്ന് എത്ര പ്രവർത്തനങ്ങളുണ്ടെന്ന് ചോദിച്ചപ്പോൾ താമരദാസൻ പറയാനിടയായി ഏകദേശം 3700 പ്രവർത്തനങ്ങൾ മൊത്തം ഇന്ന് ഉണ്ട് എന്ന് പറയുവാനിടയായി തോന്നുന്നു. ഓർത്തപ്പോഴേ ദൈവത്തെ നന്ദിയോട് സ്തോത്രം ചെയ്തു. ഒരാളായിട്ട് പുറത്തു വന്നു, കർത്താവിനെ സേവിപ്പാനായിട്ട് പുറത്തു വന്നു. ഏകദേശം 3700 ദൈവസഭകൾ കർത്താവിന്റെ ദാസനിൽ കൂടെ പ്രവർത്തിക്കപ്പെടുന്നത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് മാനിച്ചു, കർത്താവ് സഹായിച്ചു. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഞാൻ പലപ്പോഴും നിങ്ങളുടെ മധ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ള വേറൊരു കാര്യം കൊണ്ടെന്ന് പറഞ്ഞവിടെ തമ്മിച്ചാൻ ഇരുത്തിക്കൊണ്ടത് പറയുന്നത് എനിക്കറിയത്തില്ല, പക്ഷെ അത് നിശ്ചയമായിട്ടും നല്ലതാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അനേക സഭാ നേതാക്കന്മാരുടെ മക്കൾ ഇന്ന് ശുശ്രൂഷയിൽ കാണുന്നില്ല. എന്നാൽ ദൈവം അദ്ദേഹത്തിന് കൊടുത്തതായ 4 മക്കളും ഒരേ ദർശനത്തോടുകൂടെ തന്നെ, തമ്പിച്ചാന് ദൈവം കൊടുത്ത അതേ ദർശനത്തോടുകൂടെ തന്നെ 4 മക്കളും അവരുടെ കുടുംബങ്ങളും പ്രവർത്തിക്കുന്നത് നിശ്ചയമായ ഒരു വലിയ കാര്യം തന്നെ. അതിശയോക്തിയായിട്ട് ഞാൻ പറയുകയല്ല, നിങ്ങളൊന്ന് ചുറ്റും ചിന്തിച്ചു നോക്കി. അനേക നേതാക്കന്മാരുടെ മക്കൾ ഇന്ന് കർത്താവിന്റെ വേലയിലില്ല. എന്നാൽ തമ്പിച്ചാന് കർത്താവ് കൊടുത്ത അതേ ദർശനത്തിൽ തന്നെ ദൈവം കൊടുത്ത 4 തലമുറകളും അവരുടെ കുടുംബങ്ങൾക്കും ആ ദർശനം കൊടുത്ത് കർത്താവിന്റെ വേലയ്ക്ക് കൈത്താങ്ങൾ കൊടുക്കുന്നു. ശക്തന്മാരായ അതത് സ്ഥാനങ്ങളിൽ ദൈവം നിർത്തിയിരിക്കുന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. വലിയ ഭാഗ്യം തന്നെയാണ് അത് ഓർത്ത് ദൈവത്തെ സ്തുതി. ഞാൻ കർത്താവിദാസൻ പ്രിയ തമ്പിച്ചാനെ എല്ലാവർക്കും പരിചയമുള്ളതാണല്ലോ. തുടർന്നുള്ള സമയങ്ങള് തമ്പിച്ചാനെ ശുശ്രൂഷിക്കുന്ന സാക്ഷ്യങ്ങൾ നമ്മളെ ഈ നാളുകളിൽ നാം വന്നെത്തിയിരിക്കുന്ന, പ്രത്യേകമായി അവസാന കാലഘട്ടത്തിലേക്ക് വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി നാം എങ്ങനെ പ്രവർത്തിക്കപ്പെടണം, എങ്ങനെ ആയിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല അന്ത്യം പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. മാത്രമല്ല സമയം കർത്താവിന്റെ ദാസൻ സംസാരിക്കും. വളരെ പ്രാർത്ഥനയോടുകൂടിയ ഇന്നത്തെ മീറ്റിംഗ് നമ്മുടെ ജീവിതത്തിന് വലിയ ഉത്തേജനത്തിനും ഒരു വഴിത്തിരിവിനും കാരണമായി തീരുവാൻ സർവശക്തനായ ദൈവം വഴിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവിന്റെ ദാസനെ വേറെ ശുശ്രൂഷയ്ക്ക് അയച്ചു. Praise the Lord. Hallelujah. I'm 75. 54 years I'm traveling, preaching, baptizing, planting churches, not only in India, Nepal. കഴിഞ്ഞ ഏപ്രിൽ 20 മുതൽ 25 വരെ ഞാൻ നേപ്പാളിലായിരുന്നു. നേപ്പാളിലെ കാഠ്മണ്ഡുവിൽ നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുണ്ട്. കൂടാതെ നേപ്പാളിൽ 25 വില്ലേജ് ചർച്ചുകളുണ്ട്, ഒരു ബൈബിൾ സ്കൂളുണ്ട്, അനാഥശാലയുണ്ട്. അപ്പം ഞാനും ഇളയ മകൻ കൽക്കട്ടയിൽ നിന്ന് ബിനു കൂടെ ഏപ്രിൽ 20-ാം തീയതി അവിടെ പോയി പാസ്റ്റേഴ്സ് മീറ്റിംഗ്, ബൈബിൾ സ്കൂൾ ഗ്രാജുവേഷൻ, സ്പെഷ്യൽ മീറ്റിംഗ് എല്ലാം 23-ാം തീയതി കൊണ്ട് തീർന്നു. 24-ാം തീയതി സാറ്റർഡേ ചർച്ച് മീറ്റിംഗാണ്. 250 പേരുള്ള നേപ്പാളി ചർച്ച്. ഞാനും മകനും മാത്രമേ മലയാളികളായിട്ടുള്ളൂ. അപ്പം 2 മണിക്കൂർ അവരുടെ സർവീസ് അവർ വെട്ടിക്കുറച്ചിട്ട് 1 മണിക്കൂർ പ്രസംഗിക്കാത്ത. അവൻ മോൻ പറഞ്ഞു, ഡാഡി മാത്രം പ്രസംഗിച്ചാൽ മതി പറഞ്ഞ് എന്നെ നിർബന്ധിച്ചു. 11 മുതൽ 12 വരെ 11:50 വരെ ഞാൻ പ്രസംഗിച്ചപ്പോൾ ഭയങ്കര ഭൂമികുലുക്കം. കരണ്ട് പോയി. ഒരു ശബ്ദത്തോടുകൂടെ എല്ലാം നിശ്ചലമായി. ഭൂമി മത്തനെ പോലെ ചാഞ്ചാടും, കാവൽ മാടം പോലെ ആൾ. ഞാനും പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരുന്ന മാധവ കോടൻ ക്ഷത്രിയനാണ്. 2 പേരും താഴെ പോയി. സഹോദരന്മാരെല്ലാം കൂടെ എൻ്റെ അടുത്ത് മുട്ട നീന്തി എങ്ങനെയെങ്കിലും ഞങ്ങൾ വെളിയിലിറങ്ങാൻ നോക്കുമ്പോൾ ഒരു 5 നില കെട്ടിടം ഞങ്ങളുടെ നേരെ, ഒരു 5 നില കെട്ടിടം പൊടുന്നനവെ പൊടിയായിട്ട് പൊടിഞ്ഞ് നമ്മൾ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിഞ്ഞു വീഴുന്നത് കാണാൻ ഞാൻ വിചാരിച്ചു, എൻ്റെ 55-ാമത്തെ വർഷത്തെ ശുശ്രൂഷ ഇവിടെ തീർന്നു, ഇവിടെ കൊണ്ട് അവസാനിക്കുക, ഇവിടുന്ന് നേരെ സ്വർഗത്തിൽ പോകാം, വേറെ ഇവിടെ തീർന്നു എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ദൈവം ആയുസ് നീട്ടിത്തന്നു. 15,000 പേരവിടെ മരിച്ചു. 3 ലക്ഷം പേരുടെ വീട് നഷ്ടപ്പെട്ടു, വീട് തകർന്നു.
വീട്ടു സാമാനങ്ങൾ തകർന്നു, ആളുകൾ ഭവനരഹിതരായി തീർന്നു. ഞങ്ങൾ വെളിയിലിറങ്ങി 15 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും അകത്ത് കയറ്റി. ഇതുപോലെ ഒരു ഹോളാണ്, പക്ഷേ 80 അടി നീളം, 40 അടി വീതിയുണ്ട്. 280 വിശ്വാസികൾ തറയിലായിരിക്കുന്നു. ഞങ്ങൾ മാത്രമേ കസേരയിൽ ഇരിക്കുന്നുള്ളൂ. അവരെല്ലാം അകത്ത് കയറ്റി. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസംഗത്തിന് ഇനിയും 10 മിനിറ്റോടുണ്ട് തീരാൻ. അതിനിടയിൽ ഭൂമി കിടുങ്ങുന്നു, വിറയ്ക്കുന്നു. മൈക്രോഫോൺ ഇങ്ങനെ വിറയ്ക്കുന്ന കാണാം, ഫാൻ വിറയ്ക്കുന്നത് കാണാം. നമ്മുടെ കാലിനടിയിൽ ഭൂമി ഇങ്ങനെ കിടുങ്ങുന്നത്. ആള് എങ്ങനെ ഇരിക്കും? നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി. 1 മിനിറ്റ് 1 മണിക്കൂർ പോലെ തോന്നി. ഞാൻ പറഞ്ഞു, ഭൂമി ഒരുക്കെ യാദൃച്ഛിക സംഭവമല്ല. ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവചന നിറവേറാണ്. അതെല്ലാം വായിച്ച് സമയം കളയുന്നില്ല. മത്തായി 24:8 വീട്ടിൽ പോയി വായിച്ചാൽ മതി. ക്ഷാമവും ഭൂകമ്പവും അവിടെ ഉണ്ടാകും. അതെല്ലാം ഈറ്റ് നോവിന്റെ ആരംഭം. ഇതൊക്കെ കാണുമ്പോൾ അവൻ അടുക്കൽ വാതിക്കൽ എത്തിയിരിക്കുന്ന നിങ്ങൾ അറിഞ്ഞുകൊള്ളേ. ദൈവവചനത്തിൽ നിന്ന് അവർ ഓർപ്പിച്ചു. നീ ഭൂമിയൊരുക്കത്തെ കുറിച്ച് യെശയ്യാ 24 ഒന്നെടുത്ത് 2 വാക്യങ്ങൾ 5 6 ഐസായ chapter 24 verse 5 and 6. ഭൂമിയുടെ ഉന്നതന്മാർ, the leaders of the world, വേറെ ക്ഷീണിച്ചു പോകുന്നു. ഭൂമി, the world is spoiled by the inhabitants. അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. പിന്നെ പ്രമാണങ്ങളെ ലംഘിച്ചോ, ചട്ടത്തെ മറിച്ചോ, നിത്യനിയമത്തിന് ഭംഗം വരുത്തിയിരിക്കുന്നു. മനുഷ്യൻ ദൈവത്തിന്റെ പ്രമാണം ലംഘിച്ചു, ചട്ടങ്ങളെ മറിച്ചു, നിത്യനിയമത്തിന് ഭംഗം വരുത്തി. പിന്നെ അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി. The world is cursed and the people are punished. അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. മതി. ഇനി അതിന്റെ 17 വാക്യം 70 verse 70. ഭൂവാസിയെ പേടിയും കുഴിയും കണിയും നിനക്ക് നേരിട്ടിരിക്കുന്നു. പിന്നെ പേടി കേട്ട് ഓടിപ്പോകുന്നവൻ കുഴിയിൽ വീഴും. കുഴിയിൽ നിന്ന് കയറുന്നവൻ കണിയിലാകപ്പെടും. ഉയരത്തിലെ കിളിവാതിലുകൾ തുറന്നിരിക്കുന്നു. ഇത് വെറുതെ അല്ല. The doorway of heaven, higher places is open. ഉയരത്തിലെ കിളിവാതിലുകൾ, സ്വർഗത്തിലെ കിളിവാതിലുകൾ തുറന്ന് അവിടുന്ന് വരുന്നത്, തുറന്നിരിക്കുന്നു. പിന്നെ ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. ഭൂമിയിലൂടെ അടിസ്ഥാനങ്ങൾ 4000 അടി താഴെ നിന്ന ഈ കുലുക്കം, ഭൂമിയുടെ കുലുക്കം, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു. പിന്നെ ഭൂമി പൊടുപൊടെ പൊട്ടുന്നു. ഇതിനകത്ത് കാണിക്കാം. ഭൂമി പൊട്ടിക്കീറി വിണ്ടിരിക്കുന്നത്, പൊടുപൊടെ പൊട്ടുന്നു. പിന്നെ കിടുക്കം, ട്രംബ്ലിംഗ് ഓൾ ദ ടൈം. ആളുകൾ ഞെട്ടി എഴുന്നേൽക്കും, അലറിക്കൊണ്ട് എഴുന്നേൽക്കും. എന്നാ സംഭവിക്കുന്ന അറിയാമോ? ഭൂമി കിടുങ്ങുന്നു, പൊടുപൊടെ പൊട്ടുന്നു. പിന്നെ മത്തനെ പോലെ, കള്ളുകുടിയനെ പോലെ, മൂക്കറ്റം കുടിച്ച് ലക്കില്ലാത്ത മനുഷ്യൻ ഇങ്ങനെ ആടുന്ന പോലെ ഭൂമി ലക്കില്ലാതെ ആടുന്നു. പിന്നെ വനത്തിന്റെ നടുവിൽ കാവൽമാടം കെട്ടിവെക്കും നിരീക്ഷിക്കാൻ. കൊടുങ്കാറ്റിൽ ഈ വൃക്ഷം ഉലയുമ്പോൾ ഈ മാടം അങ്ങോട്ടും ഇങ്ങോട്ടും ഉലയുന്നത് പോലെ ഭൂമി. ഇതെല്ലാം നേരിട്ട് നമ്മളെ ഭൂമിയിലേക്ക് കേട്ടിട്ടേ ഉള്ളൂ, വായിച്ചറിഞ്ഞിട്ടേ ഉള്ളൂ. എന്നാൽ അനുഭവിച്ചറിയാൻ
അവിടെ നിന്ന് 4 മണിക്കത്തെ ഫ്ലൈറ്റിന് ഞങ്ങൾ കൽക്കട്ടയിൽ പോകേണ്ടതാ. 3 മണിക്ക് ഞങ്ങളെ കൊണ്ട് ഓടി 40 കിലോമീറ്റർ പോകണം. ഒരു കാറിൽ പോകുന്ന വഴിക്ക് ആളുകൾ വീണ കെട്ടിടത്തിൻ്റെ അടിയിൽ കിടക്കുന്ന മനുഷ്യരെ, ജീവനുള്ളവരെ രക്ഷിക്കാൻ വല്ല ശവങ്ങളെടുക്കാൻ JCB ഒന്നും അവിടെ ഇല്ല. ഇന്ത്യക്കാൾ ഒരു 15-20 കൊല്ലം പുറകില. മനുഷ്യർ തന്നെ കൂന്താലിയും തൂമ്പായും കൊണ്ടൊക്കെ വെട്ടുന്നു. 1-2 JCB മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ. മനുഷ്യർ മുഴുവൻ വെളിയിലിറങ്ങി പരിഭ്രാന്തരായിട്ട് നിൽക്കുന്നു. ഞങ്ങൾ എയർപോർട്ടിൽ ചെന്നപ്പോൾ എയർപോർട്ട് അടച്ചു. ജോലിക്കാരെല്ലാം ജീവനം കൊണ്ട് ഓടിപ്പോയി. അവർ പറഞ്ഞ് ഇന്നൊന്നും നടക്കുകയല്ല, ഒരു പ്ലെയിനും വരികയല്ല. 1.5 ലക്ഷം ആളുകൾ, 2.5 ലക്ഷം വിദേശികൾ അവിടെ ഉണ്ട്, ടൂറിസ്റ്റുകൾ. അതിൽ 1.5 ലക്ഷം ആളുകൾ ചെക്ക് ചെയ്ത് ഹോട്ടലെല്ലാം പൊട്ടിത്തകർന്നു. ജീവനം കൊണ്ട് ഓടി അവിടെ വന്നിട്ടുണ്ട്. വെളിയിൽ നിൽക്കുക. എയർപോർട്ട് അടച്ചു. ജോലിക്കാർ പറഞ്ഞു പ്ലെയിനൊന്നും വലിയ പിടി പൊക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് ചർച്ച ചെന്നപ്പം 3 ഇരട്ടി ആളുകൾ, ഒരു 600 പേര്. കാരണം ചർച്ചിലെ ആളുകൾ പാടുകയും ആരാധിക്കുകയും ഭൂമി കിലുങ്ങുന്നു. പക്ഷേ ദൈവമക്കൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇതൊക്കെ വീഴട്ടെ, നമുക്കൊന്നും പറ്റുകയില്ല. ഞാനൊരു കഥ പറഞ്ഞു. ഭയങ്കര കൊടുങ്കാറ്റും ഭൂമി കുലുക്കവും, കെട്ടിടങ്ങൾ വീഴുന്നു, വൃക്ഷങ്ങൾ തകരുന്നു, ആളുകൾ പ്രാണരക്ഷാർത്ഥം അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കം പറയുന്നു. ഒരു വലിയ കൊന്നത്തെങ്ങിൻ്റെ അടിയിൽ ഒരു കൊമ്പനാനെ തളച്ചിട്ടിരിക്കുക. ഈ തെങ്ങ് കൊടുങ്കാറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരയുന്നു. ഇത് തന്നെ മേൽ വീണ് ചാകുമെന്ന് പേടിച്ച് ആന ചങ്ങല പൊട്ടിച്ച് ഓടാൻ കിടന്ന് നിലവിളിക്കുന്നു. എന്നാൽ ഈ തെങ്ങിൻ്റെ കൂമ്പോലയിൽ കൂട് കെട്ടിയ ഒരു കുരുവി എവിടുന്നോ പറന്നു വന്ന് അതിൻ്റെ കിളിവാതിക്കലിൽ നിന്ന് പാട്ട് പാടുന്നു. ഈ തെങ്ങ് കാവൽമാടം പോലെ ആടുമ്പോൾ കുരുവി അതിന്റെ കൂട്ടിലിരുന്ന് പാടുന്നു. കുരുവി നിനക്കെങ്ങനെ പാടാൻ നോക്കും? എനിക്ക് 2 ചിറകുണ്ട്, ഞാൻ പറന്നങ്ങ് പോകും. ഭൂമി വീഴട്ടെ, ഭൂമി വീഴുമെന്നാണ് അതിനെഴുന്നേക്കുകയല്ല. നമ്മളിവിടെ കാണുകയില്ല, നമ്മൾ പറന്നു. ദൈവമക്കൾ ഈ ഭൂമിയിൽ കാണുകയല്ല, അവരിവിടെ നിന്ന് പോയിരിക്കും. അതുവരെ ഇതൊക്കെ നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണമാണെന്ന് നമ്മളെന്ത് ചെയ്യണം? നമ്മളെ രക്ഷിച്ച കർത്താവ്, നമ്മളെ വീണ്ടെടുത്ത കർത്താവ്, നമ്മളെ വലിയ വില കൊടുത്ത് വാങ്ങിച്ചിരിക്കുന്നത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമാണ്. ഞാൻ ചോദിക്കൽ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെന്ന് ഒരു കഴുതയെ കാണും, അതിനെ അടിച്ചുകൊണ്ട് തരാൻ പറഞ്ഞു. നിങ്ങളോട് ആരാനും ചോദിച്ചാൽ ഗുരുവിന് ഇതിനെക്കുറിച്ച് ആവശ്യമുണ്ട്. കഴുത ശപിക്കപ്പെട്ട മൃഗമാണ്. കഴുത പുറത്താരും പരസ്യത്തിൽ യാത്ര ചെയ്യല. ഒരു കഴുത ഒരു വീട്ടിൽ ജനിക്കാൻ അവകാശമില്ല. നിന്റെ വീട്ടിൽ നീ വളർത്തുന്ന കഴുത ഒരു കുഞ്ഞിനെ പ്രസവിച്ചാൽ, കഴുത കുട്ടിയെ പ്രസവിച്ചാൽ അതിന്റെ പെടലിൽ പിരിച്ച് കൊന്നേക്കണം. ഇല്ല, അതിനെ വീണ്ടെടുക്കണമെങ്കിൽ അതിന് പകരം ഒരു കുഞ്ഞാടിനെ അറുക്കണം. ഈ കഴുത ജീവിക്കാൻ കാരണം ഇതിന് പകരം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു. ആർക്കുമെന്താ അലക്കാരന്റെ വിളിപ്പ് കേട്ട് ചുമക്കാൻ മാത്രമായി കഴുതയെ പരസ്യത്തിൽ ഉപയോഗിക്കണം. കെട്ടുമൂട്ടിൽ, ചാണകത്തിൽ, മൂത്രത്തിൽ, വൃത്തികേടിൽ. എന്നാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യം. ഞാനും നിങ്ങളും ഈ കഴുതകളായി, ഈ കഴുതയുടെ സ്ഥാനത്തായിരുന്നു. നമ്മളെ കെട്ടടിച്ചത്, നമ്മുടെ ബന്ധനമടിച്ചത്, നമ്മളെ വിടുവിച്ചത് ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യം.
ആമേൻ. ദൈവത്തിന് നമ്മളെ കൊണ്ട് ആവശ്യമുണ്ട്. 55 വർഷം മുമ്പ് 960 കർത്താവിനെ രക്ഷിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, കർത്താവെ നീ എന്തിനാ എന്നെ രക്ഷിച്ച? എന്നെ ഇതിന് കൊള്ളാം, വീട്ടുകാർക്ക് ആർക്കും വേണ്ട. അപ്പം പറഞ്ഞു ഇവൻ മരിച്ചാലേ ഞാൻ വീട്ടിൽ വരുത്തും. അമ്മ പറഞ്ഞു ഇനി വെട്ടുന്ന ഇടി ഇവന്റെ തല വെട്ട കേൾക്കട്ടെ. സ്കൂളിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്റർ പറഞ്ഞു നിന്റെ ആയുസ് നീ ഗുണം പിടിക്കുകയില്ല. ക്ലാസ് ടീച്ചറെ തല്ലി പള്ളിക്കൂടത്തിൽ നിന്ന് ഇറക്കി വിട്ടു. വീട്ടിൽ അറിഞ്ഞാൽ എന്നെ കൊല്ലും. ജ്യേഷ്ഠൻ പോലീസ് ഇൻസ്പെക്ടറായിരുന്നു, എന്നെ തല്ലി കൊല്ലും. വീട്ടിലറിയാതെ ഞാൻ ജീവിച്ചു. ചുരുക്കി പറയട്ടെ, ഒരു ജോലി കിട്ടി. ഞാൻ ലോകത്തിൽ ഭാവിയായിട്ട് ജീവിച്ചു. 20ാമത്തെ വയസ്സിൽ യേശു എന്റെ ജീവിതത്തിൽ ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. രക്ഷിക്കപ്പെട്ട ദിവസം തന്നെ കർത്താവിനോട് പറഞ്ഞു, മകനെ നിന്റെ തല ഉയർത്തി നോക്ക. ഈ നാട്ടിൽ, ഈ ദേശത്ത്, ഈ രാജ്യത്ത് യേശുവിനെ അറിയാത്ത കോടികൾ. Go and share this good news with your own people. നിന്റെ സ്വന്തക്കാരോട് നീ സുവിശേഷം പറയാ. ഞാൻ പറഞ്ഞു, കർത്താവേ എന്നെ ആർക്കും വേണ്ട, പള്ളിക്കൂടത്തിൽ വേണ്ട, വീട്ടിൽ വേണ്ട, നാട്ടിൽ വേണ്ട, എനിക്ക് നിന്നെ വേണം. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തത്, വലിയ വില കൊടുത്ത് വിലയ്ക്ക് വാങ്ങിയത് നമ്മുടെ ദൈവത്തിന് ആവശ്യമാണ്. ഈ പ്രിയപ്പെട്ട അച്ഛന് ആയിട്ട് ഞാൻ വെസ്റ്റ് ബംഗാളിൽ ഞങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ട്. അവിടെ എത്ര ചർച്ച വേണം? നമ്മൾ 3-4 ചർച്ച് ഇവിടുത്തെ ആദിവാസികളുടെ ഇടയിൽ പോയി വില ആരംഭിച്ചു. ഞാൻ അച്ഛനോട് പറഞ്ഞു, അവരെല്ലാം ചർച്ചില്ല, അവർക്കൊരു 45-50,000 രൂപ ഉണ്ടായാൽ ഒരു ചർച്ച വെക്കാൻ. ഇവിടെ 50,000 രൂപ ഉണ്ടായാൽ വല്ലതും സാധിക്കുമോ? 500 പൗണ്ട് കിട്ടിയിട്ട് എന്നാ സാധിക്കാണ്? എന്നാൽ അവർക്കൊരു ചർച്ച വെക്കാം. അവർ അച്ഛൻ 4 ചർച്ച വെക്കാൻ കാശ് 4 എണ്ണം. വെസ്റ്റ് ബംഗാൾ കൽക്കട്ടയിൽ നിന്ന് 500 മൈൽ അകലെ ഞങ്ങൾ 2 പേരും കൂടെ പോയി. അവിടെ പോയി യോഗങ്ങൾ നടത്തി, അനേകരോട് കർത്താവിനെ പറഞ്ഞു. ആ സഭകളെല്ലാം വളർന്ന് വർദ്ധിച്ച് അനുഗ്രഹിക്കപ്പെട്ടു വരുന്നു. കഴിഞ്ഞ മുമ്പത്തെ വർഷം ഞാൻ ഛത്തീസ്ഗഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് നമുക്കുണ്ട്, ഒറീസയ്ക്കപ്പുറം. ആദിവാസികളുടെ കേന്ദ്രമാണ്. മധ്യപ്രദേശത്ത് നിന്ന് വെട്ടിമാറ്റിയ ആദിവാസികളുടെ കേന്ദ്രമാണ് ഛത്തീസ്ഗഡ്. അവിടെ നമുക്ക് വേലയുണ്ട്. 60-ൽ പരം സഭകളുണ്ട്. അവിടുത്തെ സഭകളുടെ എല്ലാം കൂടെ ഒരു ജനറൽ കൺവെൻഷൻ ഞാൻ വിളിച്ചു കൂട്ടി. അവിടെ ചെല്ലണമെങ്കിൽ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് ബോംബെ പ്ലെയിനിൽ, ബോംബെ നിന്ന് വീണ്ടും പ്ലെയിനിൽ, അതിൻ്റെ ക്യാപിറ്റൽ അവിടുന്ന് 7 മണിക്കൂർ ജീപ്പേൽ നിന്ന് വേണം ജഗദൽപൂർ ചെല്ലാൻ. അവിടെ ചെന്നു 3 ദിവസത്തെ കൺവെൻഷൻ. 4-ാം ദിവസം 3000-ഓളം വിശ്വാസികളെ ട്രാക്ടറ്, ട്രെയിലറ് അവരെ കൂട്ടിവരുത്തി. ഭയങ്കര ആരാധന, ആദിവാസികളുടെ കൊട്ടും പാട്ടും, ഭയങ്കര സന്തോഷം. ബൈബിൾ കൊണ്ടുവന്നിട്ടുള്ളവർ പൊക്കാൻ പറയും. ഈ 3000 പേരുടെ 50 പേർക്ക് ബൈബിൾ ഉണ്ടായിരുന്നു. ഞാൻ പാസ്റ്ററോട് ചോദിച്ചു, പാസ്റ്ററെ 50 ബൈബിൾ കൊണ്ടാണ്? അദ്ദേഹം പറഞ്ഞു, ഒരാഴ്ചയിൽ കൂടിയാൽ 200 രൂപ അവർക്ക് വരുമാനം. അവർ ജോലി ചെയ്താൽ കിട്ടുന്നത്. ഒരു ബൈബിളിന് 200 രൂപ കൊടുക്കണം. They cannot afford to buy a Bible. അവർക്ക് പ്രാപ്തിയില്ല. എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി. ഞാൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞു, പ്രിയപ്പെട്ട ബൈബിൾ സൊസൈറ്റിയിൽ ഓർഡർ ചെയ്ത് 12,000 ബൈബിൾസ്, ഹിന്ദി, ബംഗാളി, ഗുജറാത്തി, പഞ്ചാബി, 5 ഭാഷകൾ, അത് മുഴുവൻ റെയിൽവേ സ്റ്റേഷൻ വഴി അയച്ചു കൊടുക്കുകയുണ്ടായി. ഈ വർഷം
5 മാസത്തിനുള്ളിൽ 6 മിഷൻ ട്രിപ്പ് ഈ 2015 ഈ 75ാമത്തെ വയസ്സിൽ പോകാൻ ദൈവം ഭാഗ്യം തന്നു. 6 മിഷൻ ട്രിപ്പ്. 6ാമത്തെ മിഷൻ ട്രിപ്പാണ് വെസ്റ്റ് ബംഗാളും നേപ്പാളും. ഞാൻ വിചാരിച്ചു നേപ്പാളും തീവ്രം. ഞങ്ങൾ തുടങ്ങിയത് അമൃത്സർ കേട്ടിട്ടുണ്ടോ? കാശ്മീരിൻ്റെ തൊട്ട് താഴെ പഞ്ചാബിലെ സുവർണ ക്ഷേത്രം. അവിടുന്ന് 60 കിലോമീറ്റർ അകലെ കർതാർപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് 3000 പഞ്ചാബികൾ വില്ലേജേഴ്സ് അന്ന് രാത്രി യോഗത്തിന് കൂടി ദൈവവചനം പ്രസംഗിച്ചു. വോട്ടർ കോൾ നടത്തി. 90% ആളുകളും രക്ഷിക്കപ്പെടാൻ മുമ്പോട്ട്. രോഗികൾ എല്ലാവരും രോഗികളാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. 2 ദിവസമേ ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നു. 2ാം ദിവസം യോഗം കഴിഞ്ഞാൽ ഉടനെ ട്രെയിനിൽ കയറി UP-യിലെ മറ്റൊരു സ്ഥലത്തേക്ക് ഞങ്ങൾക്ക് പോകണം. രോഗികൾക്ക് വേണ്ടി കൈവച്ച് ചടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ യോഗം കഴിഞ്ഞ് വെള്ളം പോലും കുടിക്കാതെ ഓടി റെയിൽവേ സ്റ്റേഷനിൽ പോയി. 10:10 ട്രെയിനിൽ ചാടിക്കയറി. രാത്രി വെളുക്കോളം ട്രെയിനിലിരിക്കണം. പിറ്റേ ദിവസം രാവിലെ പാസ്റ്റർ വിളിച്ചു. ഹിന്ദു പാസ്റ്റർ വിളിച്ചിട്ട് പറഞ്ഞു, ഇന്നലെ രാത്രി നിങ്ങൾ പ്രാർത്ഥിച്ച ഒരു രോഗി ലുധിയാന മെഡിക്കൽ കോളേജിൽ തള്ളിയതാണ്. 2 കിഡ്നിയും ഫെയിലായി. ടൈഫോയിഡ് പഴകി. തൻ്റെ ലിവർ അഫക്റ്റ് ചെയ്തു. ഇനി ചികിത്സയൊന്നുമില്ല, വീട്ടിൽ പൊക്കോളാൻ. മരിക്കാൻ വീട്ടിൽ കൊണ്ടിട്ടു. നമ്മുടെ യോഗം ഉണ്ടെന്ന് അറിഞ്ഞു. എടുത്തുകൊണ്ട് നമ്മുടെ യോഗത്തിൽ വന്നു. ഞങ്ങൾ കൈവച്ചേ ഉള്ളൂ. ആരാ എന്താ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അന്ന് രാത്രി പരിപൂർണ സൗഖ്യം. പിറ്റേ ദിവസം അടുത്തുള്ള ആശുപത്രിയിൽ പോയി. തന്റെ പേപ്പറുമായിട്ട് പോയി. അത് പറഞ്ഞു നേരെ ലുധിയാനയിൽ പൊക്കോളാൻ പറഞ്ഞു. ഈ പേപ്പറിൽ കാണുന്ന ആളല്ല ഇത്. ഈ പേപ്പറിൽ കാണുന്ന ആളിന് ജീവിക്കാൻ അർഹതയില്ല, ഒരിക്കലും ജീവിക്കില്ല. ലുധിയാനയിൽ ചെന്നപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ മേല. സ്കാനിങ് റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, ബ്ലഡ് റിസൾട്ട് എല്ലാം ഇതനുസരിച്ച് ഇയാൾ ഒരിക്കലും ജീവിക്കില്ല. അവർ പരിശോധിച്ച് നോക്കിയിട്ട് യാതൊരു രൂപവുമില്ല. പുള്ളി പറഞ്ഞു, എൻ്റെ വീട് വിറ്റിട്ട് ദൈവദാസന്മാരെ വരുത്തി അടുത്ത വർഷം യോഗം നടത്താം. ഇന്ത്യയിൽ 140 കോടി ജനം. അതിൽ 1/3 1/3 യേശുവിൻ്റെ 1 വരവ് കേട്ടിട്ടില്ല. വൈവ യൂത്ത് വിത്ത് എ മിഷൻ said 1/3 of the population in India never heard the first coming of Jesus. That is the gospel. ഉത്തരവാദി ആരാ? നമ്മളെല്ലാം 2ാം വരവിന് വേണ്ടി കാത്തിരിക്കുക. കർത്താവ് വാതിക്കൽ അടുക്ക വന്നിരിക്കുന്നു. ഇപ്പൊ പറക്കാൻ നമ്മൾ ഇരിക്കുക. പക്ഷേ പ്രാവും പരുന്നും പറക്കും. കോഴിയും താറാവും ചിറകിട്ടടിക്കുന്ന പോലെ നമ്മൾ ചിറകിട്ടടിച്ചിവിടെ കിടക്കുക. കോഴിയും താറാവും പറക്കോ? ചിറകുണ്ട്, തൂവലുണ്ട്, പക്ഷിയാണ്. പക്ഷേ എന്നാ കാര്യം എന്നാ? തടി കൂടുതല, പൊങ്ങിയല്ല. നമ്മുടെ ഭൗതിക തടിയെ കുറിച്ചല്ല പറഞ്ഞ, ആത്മീയമായിട്ട് ലോകം നമ്മളിൽ കയറി നമുക്ക് പൊങ്ങാൻ മേലാതെ നമ്മളിങ്ങനെ നമ്മൾ പറക്കണം. കർത്താവിൻ്റെ വരവിൽ പറന്നു പോകാൻ അതുകൊണ്ടാണ് പറഞ്ഞ ലവ് നോട്ട് ദ വേൾഡ് നോട്ട് ദ തിങ്സ് ഇൻ ദ വേൾഡ്. ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ലവ് ഓഫ് ദ വേൾഡ് ഈസ് ദ എൻമിറ്റി ഓഫ് ഗോഡ്. ലോകസ്നേഹം ദൈവത്തോട്. ഇന്ന് സഭകളിൽ ലോകം കയറി. ഞാൻ ചോദിക്കട്ടെ, കപ്പൽ എവിടെയാണ്? കരയ്ക്കാണോ കടലിലാണോ? കടലില്ല. കപ്പല് കടലിലേ ഓടത്തുള്ളൂ.
കടല് കപ്പലിൽ കയറിയാലോ എന്നാ പറ്റും? കടൽ ഉപ്പുള്ള ആഴമുള്ളതാ. നമ്മള് ഈ രോഗമാകുന്ന കടലില്ല. പക്ഷെ ഈ കടലിൽ നമ്മൾ കയറിയാൽ നമ്മൾ ഇവിടെ താഴും. അനേക സഭകളിൽ കടൽ കയറി, ലോകം കയറി നിറഞ്ഞിരിക്കുക. പേരിന് ഞാൻ വാച്ച നോക്കിയായിരിക്കുന്നത് പോകാൻ അങ്ങനെ ധൃതി വെച്ച് സൺഡേ ദ ഫസ്റ്റ് ഡേ ഓഫ് ദ വീക്ക്, ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ദൈവത്തെ ആരാധിക്കാനുള്ള ദിവസമാണ്. അതിന് ലിമിറ്റ് ഒന്നുമില്ല. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഏറ്റവും വലിയ പോഷൻ ഒരു യോഗം മുഴുവൻ നടത്തി 1.5 മണിക്കൂർ പ്രസംഗിച്ചു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചേക്ക് രണ്ടാമത് വന്നിരിക്കുക. സ്തോത്രം. പ്രവൃത്തി 20-ാം അധ്യായം 7-ാം വാക്യത്തിൽ വായിക്കണ്ട, ഞാൻ പറയാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ഞങ്ങൾ അപ്പം തുറക്കാൻ കൂടി വന്നു. എപ്പം വരെ അവിടെ ഇരുന്നെന്ന് ആ അധ്യായം വായിച്ചിട്ടുള്ളവർക്കറിയാം. രാവിലെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ, the early part of the week, they gathered together to break the bread, to worship God. But how long it goes? പിറ്റേ ദിവസം രാവിലെ വരെ, ഒരു പകലും രാത്രി ആണോ വായിക്കുന്നുണ്ടോ? പൗലോസ് പുലരുവോളം ദൈവവചനം പ്രസംഗിച്ചു. അപ്പം നുറുക്കി കപ്പലക്കറി യാത്ര പുറപ്പെട്ടു. ഹല്ലേലൂയ. അവിടെ മരിച്ചവർ ഉയർത്തു, ഇവിടെ ഉയർത്തവർ ചാകുകയുള്ളൂ. ഇവിടെ ജീവനുള്ളവരെ മരിക്കും. അവിടെ ഒരു യൂത്തിക്കോസ് പഠിക്കലിരുന്ന് 3-ാം നിലയിൽ താഴെ വീണു. പൗലോസ് എടുത്ത് അവനെ പ്രാർത്ഥിച്ച് അവന് ജീവൻ കൊടുത്തു. വിശ്വാസികൾ പോകും. വല്ലവരും ഓർക്കുന്നു തോന്നുമോ? മരിച്ചവർ ഉയർത്താൻ യോഗം. അതാണ് അന്തിമസഭ. നമ്മൾ മടങ്ങി വരണം. നമ്മൾ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണണം. ആമേൻ. മാർത്തയും മറിയയും വാവിട്ട് കരഞ്ഞു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു, എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അവൾ ഉപദേശം പറഞ്ഞു. ഒടുക്കത്തെ നാളിൽ, ഒടുക്കത്തെ പുനരുദ്ധാനത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേക്കുന്ന കൂട്ടത്തിൽ എന്റെ സഹോദരൻ ഉപദേശം അറിയാം, ന്യായപ്രമാണം അറിയാം. നമ്മളെല്ലാം മൂത്ത ഉപദേശം കൊണ്ടിരിക്കുക. ഇവിടെ പോലെ ഉപദേശം എല്ലാവർക്കും അറിയാം. കർത്താവ് പറഞ്ഞു, നീ വിശ്വസിച്ചാൽ ദൈവത്തിന് മഹത്വം കാണും. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. അവനെ വെച്ചത് എവിടെ? കർത്താവെ, 4 നാളായി നാറ്റം വെച്ചു. അങ്ങോട്ട് പോകണ്ട, പോകാൻ എനിക്ക് കാണണം. കല്ലറ തേച്ചു. ഇപ്പൊ കല്ലറ ഞാൻ പലസ്തീനായി പോയിട്ടുണ്ട്. സൗദി അറേബ്യയിലും പലസ്തീൻ നാട്ടിലും എല്ലാം ഈ പാറക്കൂട്ടങ്ങളുടെ ഇടയിൽ വലിയ ഗുഹകളുണ്ട്. അവിടെ ശവം അടക്കം. ആരെ ഒരിക്കലും വെച്ചിട്ടില്ലാത്ത ഒരു പുത്തൻ കല്ലറയിൽ അവനെ വെച്ചു. വലിയൊരു കല്ല് ഉരുട്ടി വെച്ചു. കർത്താവ് എന്നാ പറഞ്ഞു? കല്ല് നീക്കാൻ പറഞ്ഞു. ഒരു നിരീശ്വരൻ, കേരളത്തിലുള്ള ഒരു നിരീശ്വരൻ പറഞ്ഞു, യേശു മരിച്ചവരെ ഉയർപ്പിച്ചെന്ന് പറയുന്നു, പക്ഷെ കല്ല് നീക്കാൻ പുള്ളിക്ക് കഴിഞ്ഞില്ലായിരുന്നു. പിന്നെ എങ്ങനെ ഉയർപ്പിച്ചതെന്ന് ചോദിക്കുന്നു. കല്ല് ഉയർപ്പിക്കാൻ കഴിവുള്ള പുള്ളിക്ക് കല്ലൂടെ നീക്കാൻ കഴിയും. ഞാനതിന് മറുപടി പറഞ്ഞത്, ആനയെ കൊണ്ട് ആരും ഓലമടൽ വലിപ്പിക്കാൻ വിളിക്കാൻ, ഒരു ഓലമടൽ വലിക്കാൻ, ഒരു ഓലമടൽ എടുത്തോണ്ട് പോകാൻ ആന വേണം. നമ്മള് മതി. നമുക്ക് ചെയ്യാവുന്ന കാര്യമാണ്. We do the possible, God do the impossible.
കഴിയാൻ മേലാത്തതാണ് അത്ഭുതം എന്ന് പറയുന്നത്. നമുക്ക് കല്ല് മാറ്റാൻ നമുക്ക് കഴിയും, മരിച്ചവരെ ഓർപ്പിക്കാൻ നമുക്ക് കഴിയാല. കഴിവുള്ളവരുണ്ട്, അവനെ അത്ഭുതം പ്രവർത്തിക്കുന്നവർ. ഇന്നും ദൈവം പ്രവർത്തിക്കാത്ത എന്നാന്നറിയാമോ? കല്ല് നമ്മൾ ഉരുട്ടുന്നില്ല, തടസ്സം മാറ്റുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ തടസ്സം ഇരിക്കുക. സൗരന്മാരെ നമ്മളെല്ലാം ദൈവം വിലയ്ക്ക് മേടിച്ചിരിക്കുക. ആമേൻ. നിങ്ങൾ താങ്കൾക്കുള്ളവര് അല്ല, പിന്നെ ആർക്കുള്ളതാ? ദൈവത്തിനുള്ളതാ. എന്തിനു വേണ്ടിയാ ദൈവം നമ്മളെ വിളിച്ച്? വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം. ഞാൻ കൊരിന്ത്യലേഖനം എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷേ ദൈവം മാറ്റിക്കളഞ്ഞു. 13:6 മുതൽ 9 വരെ. തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം ഉണ്ടായിരുന്നു. അവൻ അതിൽ ഫലം തിരിഞ്ഞു വന്നു കണ്ടില്ലതാൻ. അവൻ തോട്ടക്കാരനോട്, ഞാനിപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരിഞ്ഞു വരുന്നു, കാണുന്നില്ലതാൻ. അതിനെ വെട്ടിക്കളക, അത് നിലത്ത് നിഷ്ഫലമാക്കുന്നത് എന്തിനെ എന്ന് പറഞ്ഞു. അതിന് അവൻ, കർത്താവേ, ഞാനത് ചുറ്റും കിളച്ചു, വളമിടുവോളം ഈ ആണ്ടും കൂടി നിൽക്കട്ടെ, നേരാൽ കായ്ച്ചെങ്കിലോ ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് ഉത്തരം പറഞ്ഞു. നമ്മൾ വായിച്ച കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വിലപ്പെട്ട ഒരു ഉപമയല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു മനുഷ്യന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ടിരുന്ന ഒരു അത്തിവൃക്ഷം, മുന്തിരിത്തോട്ടം സഭയാ. മുന്തിരിത്തോട്ടം യഹൂദനെ കാണിക്കുന്നു, പഴയ നിയമ ഇസ്രായേലിനെ കാണിക്കുന്നു, അത്തി നമ്മളെ കാണിക്കുന്നു. ആമേൻ. ദൈവത്തിന്റെ പഴയ നിയമസഭ അനുസരണക്കേട് കാണിച്ചതുകൊണ്ട് അവരെ മാറ്റി നിർത്തിയിട്ട് നമ്മള് നല്ല ഒളിവിനെ ഒടിച്ചു കളഞ്ഞിട്ട് കട്ടൊലിവായ നമ്മള് ദൈവം ഒട്ടിച്ചിരിക്കുക. മുന്തിരിത്തോട്ടത്തിൽ ഒരു അത്തി. എന്തിനാ അത്തിവൃക്ഷം? നമ്മൾ എന്തിനാ ഒരു തെങ്ങ് ഒഴിച്ചു വെക്കുന്നത്? കാവലിക്കാനാണ്. പാല ഒഴിച്ചു വെക്കുന്നത് എന്തിനാ? കൊല വെട്ടാന്. റോസാ ചെടി കുഴിച്ചു വെക്കുന്നത് എന്തിനാ? ഒരു പൂവിന്. സ്തോത്രം. ഒരു ഫലത്തിന് വേണ്ടിയാ നമ്മളെല്ലാം കർത്താവ് രക്ഷിച്ചത്, ഫലം കായ്ക്കാൻ. നമ്മളെല്ലാം നട്ടത് ദൈവത്തിന് പ്രയോജനപ്പെടാം. സ്തോത്രം. ഈ മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കാൻ ദൈവം നമ്മളെ വിളിച്ചു. 55 വർഷമായി ഇന്ന് വിശ്രമമില്ലാതെ യാത്ര ചെയ്യാൻ. പല ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടെങ്കിൽ അതൊന്നും വകവെക്കാതെ യാത്ര ചെയ്യാൻ ഒരുവന് മുന്തിരിത്തോട്ടത്തിൽ നട്ട ഒരു അത്തിവൃക്ഷം 3 വർഷം ഫലം തിരിഞ്ഞു. ഫലമില്ല. എന്നാ പറഞ്ഞു? Cut it down. The man was looking for fruits 3 years. കാണാനിട്ട് എന്ന് പറഞ്ഞു, വെട്ടിക്കളക. തോട്ടക്കാരൻ എന്നാ പറഞ്ഞു? 1 more year. That is grace period. സഹോദരന്മാരെ, നമ്മൾ ജീവിക്കുന്നത് ഗ്രേസ് പീരീഡില്ല. ആമേൻ. വെട്ടേണ്ട സമയം കഴിഞ്ഞു, വെട്ടിക്കളയേണ്ട സമയം കഴിഞ്ഞു. ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, 6 മാസം കൂടെ നിൽക്കട്ടെ. ഫലം കായ്ച്ചെങ്കിലോ പ്രയോജനപ്പെട്ടെങ്കിലോ. ഇതുവരെ നമ്മൾ രാത്രിയും പകലും ജോലി ചെയ്യുന്നു, നമ്മൾ അധ്വാനിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, നമ്മുടെ കാര്യം നോക്കുന്നു. സ്തോത്രം. നിങ്ങളെ ഓരോരുത്തരെയും ഈ വേലയ്ക്ക് വിളിക്കപ്പെട്ടവരാണ്. ഓരോരുത്തർക്കും വിവിധങ്ങളായ താലന്ത ഏൽപ്പിച്ചിരിക്കുന്നു. നമ്മളെ ഏൽപ്പിച്ചവൻ ഒരു ദിവസം നമ്മളോട് കണക്ക് ചോദിക്കും. ഇല്ല, നമ്മളോട് കണക്ക് ചോദിക്കും. അനേക വർഷം ഇന്ത്യയിൽ കർത്താവിന്റെ വേല ചെയ്തൊരു ദാസനം. നമ്മളെല്ലാം ദൈവത്തിന്റെ മുമ്പിൽ നിന്ന് കണക്ക് കൊടുക്കേണ്ടതില്ല. We have to give account before God about our life. നമ്മുടെ ജീവിതത്തിന് നമ്മൾ കണക്ക് എന്നാ കൊടുക്കും?
ഒരു താലന്തുകാരൻ എന്ത് ചെയ്തു? കുഴിച്ചിട്ടു. 2 താലന്തുകാരൻ 4 ആക്കി, 5 താലന്തുകാരൻ 10 ആക്കി. Well done, good servant, come and enjoy in my house. എന്റെ വീട്ടിൽ വന്ന് നീ സന്തോഷിക്ക എന്ന് പറഞ്ഞു. പക്ഷെ ഒരു താലന്തുകാരനെ വിളിച്ചപ്പം അവൻ കുഴിച്ചിട്ടു. നിന്റെ സാധനം എന്നാ പിടിച്ചോളാൻ പറഞ്ഞു. അവനോട് എന്നാ പറഞ്ഞു? ദുഷ്ടനും മടിയനുമായ ദാസനെ നിന്നെ അവൻ എന്നാ ചെയ്തു? കൂരിലിട്ട് കൈയും കാലും കെട്ടി അവനെ ഇരുട്ടിൽ തള്ളി. ദൈവം നമ്മളെ ഏൽപ്പിച്ച താലന്ത്. ചിലർക്ക് പാടാണ്, ചിലർക്ക് പ്രാർത്ഥിക്കാനാണ്. ഞാൻ ചോദിക്കട്ടെ, പാടാൻ എല്ലാവർക്കും കഴിയല്ല, പ്രാർത്ഥിക്കാൻ കഴിയാത്ത വല്ലവരും ഉണ്ടോ ഇവിടെ? ഉണ്ടോ? ഇല്ല. എല്ലാവർക്കും കർത്താവ് പറഞ്ഞു, harvest truly is great, labors are few. Pray to the master of the harvest, he will send for labors. കൊയ്ത്ത് വളരെ ഉണ്ട്, വേലക്കാര് ചുരുക്കം. കൊയ്ത്തിന്റെ യജമാനനോട് പ്രാർത്ഥിക്കണം. ഇന്ത്യയിലെ 100 കോടി ആളുകൾ സുവിശേഷത്തിന് വേണ്ടി ദാഹിക്കുക. സ്വന്തം കുഞ്ഞുങ്ങളെ ഗംഗാ നദിയിൽ ഗംഗാദേവിക്ക് ബലിയർപ്പിക്കുക. ബംഗാളിൽ കാളിക്ക് മനുഷ്യനെ കഴുത്തിറത്തി യാഗം കഴിക്കുക. എന്താ കാര്യം? സുവിശേഷം കേട്ടിട്ടില്ല. കർത്താവ് വരാൻ താമസിക്കുന്നില്ല. കർത്താവ് വരാൻ താമസിക്കുന്നത് ഇസ്രായേലാണോ, യഹൂദനാണോ, പലസ്തീനാണോ? അവര് റെഡി ആയിട്ട് നിൽക്കുക. വർഷങ്ങളായി 72 ദാവീദിന്റെ സിംഹാസനം യെരൂശലേം അവിടെ സ്ഥാപിക്കപ്പെട്ടു. 67 യോർദാന്റെ കയ്യിൽ നിന്ന് 6 ദിവസത്തെ യുദ്ധത്തിൽ അവർ പിടിച്ചെടുത്തു. 72 അവരുടെ പ്രധാനമന്ത്രിയായിരുന്ന ഗോൾഡാ മേയർ ടെൽ-അവീവിൽ നിന്ന് യെരൂശലേമിലേക്ക് അത് മാറ്റി. യേശുവിനെ കുറിച്ചുള്ള പ്രവചനം, അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. യാക്കോബ് ഗൃഹം മടങ്ങി വന്നു. ദാവീദിന്റെ സിംഹാസനം യെരൂശലേം 2000 വർഷത്തിന് ശേഷം സ്ഥാപിക്കപ്പെട്ടു. അവര് തയ്യാറാ. വർഷങ്ങളായിട്ട് അവരെ തടഞ്ഞു വെച്ചിരിക്കുക. We are sleepy, lazy and spoiled. നമ്മൾ ഉറങ്ങി, നമ്മൾ നശിച്ചു, നമ്മുടെ വേല ചെയ്യുന്നില്ല. 100 കോടി ഇന്ത്യ, ഈ രാജ്യത്ത് തന്നെ എത്ര ഭാഷക്കാർ ഇവിടെയുണ്ട്? ഇവിടെ ഇല്ലാത്ത ഭാഷക്കാർ വന്നിട്ടുണ്ടോ? ഈ രാജ്യത്ത് ലോകത്തിലെ സകല ജാതികളും ഭാഷകളും വംശങ്ങളും ഇവിടെയുണ്ട്. എവിടെ നോക്കിയാലും ചൈനക്കാരെ കാണാം, കൊറിയക്കാരെ കാണാം, ഐലൻഡുകാരെ കാണാം, എല്ലാവിധ ഭാഷക്കാരും. നല്ല ഫീൽഡല്ലേ ദൈവം നിങ്ങളെ ഈ രാജ്യത്ത് അയച്ചു. ഞാൻ ചോദിക്കുന്നു, ഇടയൻ എപ്പോഴെങ്കിലും ആളിനെ പ്രസവിച്ചു കേട്ടിട്ടുണ്ടോ? പിന്നാരാ? തലയാളികളാ അല്ലേ? കുഞ്ഞാടുകളെ പ്രസവിക്കുന്നത് തള്ളയാടുകളാ, ഇടയനല്ല. ഇടയന്റെ ജോലി ആടിനെ മേയ്ക്കുക, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക്, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരികത്തേക്ക്, കുരുകൾ താഴ്വരയിൽ ചെന്നായും സിംഹമൊക്കെ വരുമ്പോ അതിന്റെ വായിൽ നിന്ന് കുഞ്ഞാടുകളെ പിടിച്ചെടുത്ത് രക്ഷിക്കുക, നടത്തുക എന്ന പെറ്റു വരുന്നത്. പക്ഷേ നമ്മുടെ ആളുകളെല്ലാം, നമ്മുടെ ആളുകൾ മച്ചിയ പ്രസവിക്കുക, വാ വിളിച്ച് ആരോടും പറയുക. ആഴ്ചയിൽ 1 ദിവസം പോലും ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ശനി ഞായർ ഓഫാ അല്ലേ? 2 days ഇവിടെ ഓഫാ. ഈ 2 ദിവസവും മൂക്കും കുത്തി ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്. ഈ ശനി ഞായറും സഭായോഗം മുടക്കി ജോലി ചെയ്യുന്ന മലയാളികളുണ്ട്. പെന്തിക്കോസ് ഓരോരുമാരെ
ശിക്ഷാവധി, വാള്, കോടാലി. വായിച്ചേ മത്തായി 3:8-10. മത്തായി സുവിശേഷം മാത്യു ചാപ്റ്റർ 3 verse 8 and 10. യോഗ്യമായ ഫലം കായ്ക്കും. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉള്ളകൊണ്ട് മാനസാന്തരത്തിന് യോഗ്യമായ സ്വത്രം. എങ്ങനെയുള്ള ഫലം വേണം? മാനസാന്തരത്തിന് യോഗ്യമായ ഫലം നമ്മൾ കാണണം. പിന്നെ ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ വെച്ചിരിക്കുന്നു. പിന്നെ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ട് കിട്ടിയിട്ട് ആർക്കും രക്ഷിക്കാനൊക്കെ ദൈവദാസന്മാർ കണ്ടക്ഷോഭം ചെയ്യുന്നത് എന്തിനാണെന്നറിയാവോ? നിങ്ങളെ ആരെയും കൊല്ലാനില്ല, നിങ്ങൾ നന്നാകാൻ, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ, നിങ്ങൾ സ്വർഗരാജ്യത്തിൽ ചെല്ലണമെങ്കിൽ അവനെ പോലെ ആകണമെങ്കിൽ അവൻ പറഞ്ഞതൊക്കെ അനുസരിക്കണം. ദൈവരാജ്യത്തിൽ നിങ്ങൾ പ്രയോജനപ്പെടണമെങ്കിൽ ഒരുവന് തന്റെ മുന്തിരിത്തോട്ടത്തിൽ നട്ട അത്തിവൃക്ഷം 3 വർഷം ഫലമില്ല, ഒരു കൊല്ലം കൂടെ നിൽക്കട്ടെ, ചുറ്റും കിളച്ച് വളമിട്ട് വെള്ളമൊഴിക്കാം, മേലാൽ കായ്ച്ചെങ്കിലോ. സോരന്മാരെ, ഇത് 4-ാം വർഷവും 5-ാം വർഷവും ഗ്രേസ് പീരീഡാണ്. ഇത് കൃപായുഗമാണ്. ദൈവം നീട്ടി തന്നിരിക്കുക. പഴയ നിയമത്തിലാണെങ്കിൽ അപ്പോഴടിയ അപ്പ വെട്ട. ഒരു ഞായറാഴ്ച, ഒരു ശനിയാഴ്ച, ശാബദിവസം ഒരു പാവപ്പെട്ട സ്ത്രീ ദോശ ഉണ്ടാക്കാൻ ചുള്ളി വറുക്കാൻ പോയി. ശാബദിൽ അവൾ ജോലി ചെയ്തു. അവളെ പിടിച്ച് കൂടാരത്തിന് മുമ്പിൽ കൊണ്ടുവന്നു. എന്നാൽ കല്ലൊടിഞ്ഞു കൊന്നവളെ. ന്യായപ്രമാണം കാലത്ത് അപ്പം ശിക്ഷയാണ്. ഇത് കൃപായുഗമാണ്. ദൈവം ദീർഘക്ഷമയോടെ നന്നാകും. നാളെ, മറ്റന്നാള്, അടുത്ത വർഷം പ്രയോജനപ്പെടും, നന്നാകും എന്ന് കാത്തിരിക്കുക. ദൈവം കാത്തിരിക്കും തോറും നമ്മൾ മോശമാണ്, നമ്മൾ ക്ഷീണിച്ചു പോവുക, നമ്മൾ തളർന്നു പോവുക. അധർമ്മം പെരുകുന്നത് കൊണ്ട് അധർമ്മം പെരുകുന്നത് കൊണ്ട് മത്തായി 24:12. മത്തായി 24:12. അധർമ്മം, വിക്കറ്റ്നസ്, അബോമിനേഷൻ പെരുകുന്നത് കൊണ്ട് ഈ അനേകരാരാ? രോഗക്കാരല്ല, ദൈവമക്കളാ. സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. വല്ലോട്ടെങ്കിൽ സ്നേഹമാണ്. പൗലോസ് പറയുന്നു, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആര്? കഷ്ടതയോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, ഇപ്പോഴുള്ളതോ, വരുവാനുള്ളതോ, ഉയരത്തിനോ, ആഴത്തിനോ, ദൂരങ്ങൾക്കോ, വാഴ്ചകൾക്കോ, ജീവനോ, മരണത്തിനോ, മറ്റു യാതൊരു ശക്തിക്കും ക്രിസ്തുയേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കുവാൻ കഴിയുകയില്ല. ദൈവസ്നേഹം കൊണ്ട് നിറയപ്പെട്ട ഒരു ദൈവവൈതലിന് മാനസാന്തരത്തിന് യോഗ്യമായ ഫലം ഉണ്ടായിരിക്കും. അടങ്ങിയിരിക്കുക. കാണുന്നവരോടൊക്കെ കർത്താവിനെ കുറിച്ച് പറയും. കാരണം പേ പിടിച്ചാൽ എന്നാ ചെയ്യും? പോയി കിടന്ന് ഉറങ്ങണോ? എന്നാ ചെയ്യും? രാജ ഓടി നടന്ന് കളിക്കും. കിട്ടിയ വീതം എല്ലാവർക്കും കൊടുക്കും. ആരെ കണ്ടാലും അത് കടിക്കും. പേപ്പട്ടി മനുഷ്യനെ കടിക്കും, പട്ടിയെ കടിക്കും, പൂച്ചയെ കടിക്കും. അത് ഓടി നടന്ന് ഇതുപോലെ അവർ ദൈവകൃപ പ്രാപിച്ച ദൈവാത്മാവിൽ നിറയപ്പെട്ട ഒരു ദൈവത്തിന്റെ പൈതൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യൂദയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം ലവ് ഓഫ് ഗോഡ്
constrains us. For what? എന്തിനു വേണ്ടിയാ? ഈ സുവിശേഷം അറിയിക്കാൻ, മറ്റുള്ളവരോട് അറിയിക്കാൻ. നിങ്ങൾ പോയില്ലെങ്കിൽ പോകുന്ന വഴി അടിക്കുന്നവനല്ല ദൈവം, തൻ്റെ വഴിയെ തന്നെ അടിക്കും. പോയില്ലെങ്കിൽ വടി പുറകെ വരും. ആദിമസഭ മറന്നുപോയി. യെരൂശലേമിൽ ഭയങ്കര ശാപ്പാട്, ഭയങ്കര ഉണർവ് യോഗം. കർത്താവിനെ പറഞ്ഞ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിൽ തുടങ്ങി. ശമര്യയിലും യഹൂദയിലും ഒക്കെ പോയി നിങ്ങൾ എൻ്റെ സാക്ഷികളാകണം. അവർ പോയില്ല. യെരൂശലേമിൽ തന്നെ 8-ാം അധ്യായം 1-ാം വാക്യം. യെരൂശലേമിൽ സഭയ്ക്ക് എന്നാ ഉണ്ടായി? പീഡ, ഭയങ്കര പീഡ ഉണ്ടായതിന്റെ ഫലം എന്നതാ? പീഡ ഉണ്ടായപ്പോ എന്നാ പറ്റി? നോക്കണം, യെരൂശലേമിൽ കൂടെ ഇരുന്ന് ഉഗ്രൻ ശാപ്പാടും കഴിച്ച് ആരാധന നടത്തിയ പുള്ളികൾക്ക് യെരൂശലേമിൽ ഭയങ്കര ഒരു പീഡ ദൈവം അടിച്ചു വിട്ടു. അവരെ എങ്ങോട്ടൊക്കെ പോയി? കർത്താവ് പറഞ്ഞിടത്ത് തന്നെ പറഞ്ഞു വിട്ടു. പോയവരെന്ത്? അവിടെ വചനം, അവിടെ വചനം ശുശ്രൂഷിച്ചു. നമ്മുടെ കർത്താവ് വരാറായി. സംഭവങ്ങൾ, ലക്ഷണങ്ങൾ, പ്രവചനം, വാക്കും ഭാഷണവും കൂടാതെ നമ്മെ വിളിച്ചറിയിക്കുന്നു. ഞങ്ങളുടെ ഉത്തരവാദിത്വം, ഞങ്ങളുടെ ചുമതല എന്നാണെന്നറിയാമോ? ഈ ദൈവദാസന്റെ ചുമതല എന്നാണെന്നറിയാമോ? വായില് 2 കൊരിന്ത്യർ 11-ാം അധ്യായം 2-3 വാക്യം. 2 Corinthians chapter 11. പൗലോസ് പറയുക, ഞാൻ നിങ്ങളെ കുറിച്ച് നോക്കണം. ഒരു ദൈവദാസൻ എരിവ് കൂടിയാൽ ദൈവത്തിന്റെ എരിവ. എനിക്കിട്ട് വാളായിരുന്നു, എനിക്കിട്ട് വെട്ടായിരുന്നു, എനിക്കിട്ട് അടിയായിരുന്നു എന്ന് ആരും പറയരുത്. ദൈവം തന്റെ ദാസനെ, അഭിഷക്തനെ ഉപയോഗിച്ചാൽ പൗലോസ് പറഞ്ഞു, ഞാൻ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ പൗലോസ് കൊരിന്ത്യ വിശ്വാസികളോട് പറയാ, ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏക പുരുഷനെ എങ്ങനെ കന്യകയായി ഏൽപ്പിക്കാൻ. അത് വിട്ടടയരുത്. നമ്മുടെ ചുമതല സഭയെ. ഞാൻ ചോദിക്കട്ടെ, സഭയിൽ നിർമ്മല കന്യകയാണോ? വിളഞ്ഞവരല്ലേ നമ്മൾ? എന്തെല്ലാം വളവും വെളവും പഠിച്ചവര്. മലയാളിയുടെ നിർവചനം നിങ്ങൾക്ക് എന്നാന്നറിയാമോ? വെട്ടിയ കീറുകയല്ല, കീറാമുട്ടി. തീയിലിട്ടാൽ വേഗല, അതുപോലെ കിടക്കും. വെള്ളത്തിലിട്ടാൽ പൊങ്ങിക്കിടക്കും. കമന്ന് വീണാൽ കാപ്പണം. വലിച്ചെറിഞ്ഞാൽ 4 കാല്. വലിച്ചെറിഞ്ഞാൽ 4 കാല്. ഇതാ മലയാളി. എന്നാൽ മലയാളിയെ പോലെ കഴിവും പ്രാപ്തിയും പ്രയോജനവും ഉള്ള വേറെ ഒരു കൂട്ടരും ഇല്ല. മലയാളി യഥാർത്ഥത്തിൽ ദൈവത്തിന് പ്രയോജനപ്പെട്ടാൽ വളരെ പ്രയോജനമായി. മലയാളി വഷളായ അവൻ തീയിലിട്ടാൽ എത്ര കേട്ടാലും അതിപ്പോൾ കുടത്തിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെ പോവുകയുള്ള അകത്തോട്ട് കയറുകയല്ല. ഈ വചനങ്ങളെല്ലാം വൃക്ഷങ്ങളുടെ ചുവട്ടിൽ ഇപ്പോൾ തന്നെ ആകാത്ത ഫലം കായ്ക്കുന്ന വൃക്ഷമെല്ലാം വെട്ടി നമ്മുടെ ദൈവം തന്റെ മുന്തിരിത്തോട്ടത്തിൽ, സഭയാകുന്ന മുന്തിരിത്തോട്ടത്തിൽ നട്ടിരിക്കുന്നത് എന്തിനാ? ദൈവത്തിന് ഫലം കായ്ക്കാൻ. ചോദിച്ചവന്മാരെ, ഞാൻ ഇവിടെ നിൽക്കുന്നെങ്കിലും എൻ്റെ ഹൃദയം ഇന്ത്യയിലാണ്.
ഞാൻ ചെന്ന ഉടനെ നേപ്പാളിന് പോകും. 130 വിശ്വാസികളുടെ വീട് തകർന്നു, സകലവും നഷ്ടപ്പെട്ടു. നമ്മുടെ ഇന്ത്യയിലുള്ള സഭകളെല്ലാം ഓരോ സ്വതന്ത്രാഴ്ച സ്പെഷ്യലായിട്ട് നേപ്പാളിലെ പെറുക്കെടുത്ത് 4-5 ലക്ഷം രൂപ ഞാൻ പോരുമ്പം വന്നു കഴിഞ്ഞു. ഛത്തീസ്ഗഡ് ആദിവാസികൾ പോലും 15,000 രൂപ ഛത്തീസ്ഗഡുകാർ പോലും അയച്ചു തന്നു. ഒരു 10-40 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഈ വീട് പണിയാനും അവരെ പാർപ്പിക്കാനും നോക്കും. കർത്താവ് പറഞ്ഞു, ഞാൻ വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിക്കാൻ തന്നില്ല. ഞാൻ ദാഹിച്ചു, നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നില്ല. ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചില്ല. ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടില്ല. അയ്യോ കർത്താവേ, എപ്പോഴാ ജനിക്കുന്ന എൻ്റെ എളിയ ഒരു സഹോദരന് നിങ്ങൾ ചെയ്തതൊക്കെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നന്മകൾ എന്നതിനു വേണ്ടിയാ, സമ്പാദിക്കാനാണോ? ഞാൻ ചോദിക്കട്ടെ, ഈ ലോകത്തിലേക്ക് നമ്മൾ എന്നാ കൊണ്ടുവന്നു? എവിടെയാ വാക്കൊന്നുമില്ല. 1 തിമോഥെയോസ് 6-7 7-8 പെട്ടെന്ന് വായിച്ചു. ഈ ലോകത്തിലേക്ക് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല. അയ്യോ, വല്ലോ കൊണ്ടുവന്നവരുണ്ടോ? ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ഞാനെല്ലാം കൊണ്ടുവന്ന, ഇതെല്ലാം ഞാൻ വന്നപ്പോഴേ കൊണ്ടുവന്ന പാവം. ഈ ലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നില്ല. പിന്നെ ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നതുമല്ല. വല്ലോ കൊണ്ടുപോകൂ. നമ്മൾ കൂട്ടുവെക്കുന്നതെല്ലാം ലോകത്തിന്റെ ഭാര്യയ്ക്ക് വെച്ച പോലെ നമുക്ക് പറ്റല്ലേ. ഇവിടുന്ന് പോകുമ്പം ഒന്നും കൊണ്ടുപോവുക. പിന്നെ ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കും. നമുക്ക് എന്നാ വേണം? ഉണ്ണാനും. ബാക്കി കർത്താവിന് വേലയ്ക്ക് കൊടുക്കണം, കർത്താവിന്റെ രാജ്യത്തിന് കൊടുക്കണം. കഴിഞ്ഞ 55 വർഷമായി കോടിക്കണക്കിന് രൂപ ദൈവം എനിക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഞാൻ വെച്ചിട്ടില്ല, ഒരു സ്ഥലം ഞാൻ മേടിച്ചിട്ടില്ല. എൻ്റെ 4 മക്കൾക്കും ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടില്ല, ഞാൻ സ്ഥലം മേടിച്ചു കൊടുത്തിട്ടില്ല. അവരെ ദൈവം എന്നെക്കാൾ ശ്രേഷ്ഠമായിട്ട് നടത്തുന്നു. ആമേൻ. എൻ്റെ പേഴ്സ് ഒരിക്കലും കാര്യമാകുകയില്ല. അവിടെ ആരും കൊള്ളയടിക്കാൻ വരില്ല. എന്താ കാര്യം എന്നറിയാമോ? എനിക്ക് ഔട്ട്ലെറ്റ് ഉണ്ട്. ഔട്ട്ലെറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരണമെങ്കിൽ പുറത്തോട്ട് പോകണം. കർത്താവ് പറഞ്ഞു, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ആർക്ക് കൊടുക്കണം? നെയ്മീൻ മേടിക്കാൻ, കിങ് ഫിഷ് മേടിക്കാൻ, പട്ടുസാരി മേടിക്കാൻ അല്ലേ നമ്മൾ കൊടുക്കും. നമ്മൾ കൊടുക്കുന്നതെല്ലാം പോക്ക. എന്നാൽ കർത്താവിന്റെ രാജ്യത്തിന്, സുവിശേഷ പ്രവർത്തനത്തിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതെല്ലാം നമുക്ക് തിരികെ കിട്ടും. ദൈവം ആർക്കും കിടക്കാറില്ല. ആമേൻ. ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ആയുസ്സും ആരോഗ്യവും പണവും തന്നിരിക്കുന്നത് ദൈവത്തിന് ഫലം കഴിക്കാൻ, ദൈവത്തിന് പ്രയോജനപ്പെടാൻ, ദൈവത്തിന്റെ നാമത്തിന് പ്രയോജനപ്പെടാൻ. ഈ മനുഷ്യൻ, ഈ യൗവനക്കാരന് ജോലി ചെയ്താൽ നിങ്ങളെക്കായി കൂടുതൽ കാശുണ്ടാക്കാൻ കഴിയുന്നവനാണ്. ഞാൻ പല പ്രാവശ്യം എന്നോട് പറഞ്ഞു, തമ്പിച്ചായ പറഞ്ഞ പോലെ വെച്ചോട് പറയല്ല, തമ്പിച്ചായ പറഞ്ഞ പോലെ ഇത്ര വലിയ ജോലി ലോകത്തിലില്ല. വേലക്കാരൻ, കൂലിക്ക് യോഗ്യൻ. ചങ്ങനാശ്ശേരി വാടക വീട്ടിൽ താമസിക്കുക. എന്റെ പുസ്തകത്തിലുണ്ട്. പുള്ളി പറയും 50 വർഷത്തെ കഥ എഴുതിയത്, 2nd എഡിഷൻ ഇതിനകത്തുണ്ട്. ചങ്ങനാശ്ശേരി 3 വർഷം 3 മാസം വാടക കുടിശ്ശിക. വാടക ഉടമസ്ഥൻ ഒരു മുസ്ലിമാണ്. അദ്ദേഹം വന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളൊരു പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, നിങ്ങളോട് എനിക്ക് അനുകമ്പയുണ്ട്, പക്ഷേ
ഈ വാടക എൻ്റെ കൊച്ചുമക്കൾക്ക് ഫീസ് കൊടുക്കാനും പള്ളിക്കൂടത്തിലെ ആവശ്യത്തിനുള്ളതാണ്. നിങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല. നാളെ രാവിലെ നിങ്ങൾ ഇറങ്ങിത്തരണം. നാളെ രാവിലെ 10 മണിക്ക് നിങ്ങൾ ഇറങ്ങിത്തരണം. പുള്ളി അകത്ത് കയറി നോക്കിയപ്പോൾ ഒരു കട്ടിലും ഒരളമാരി നമുക്ക് ഫർണിച്ചറായിട്ട് അതേ ഉള്ളൂ. അതവിടെ ഇട്ടിട്ട് 3 മാസത്തെ വാടകയ്ക്ക് അത് ഇട്ടിട്ട് ഇറങ്ങിപ്പോണം. വിശ്വാസികളില്ല, സഭയില്ല. ഞാനും ഭാര്യയും മൂത്ത മകനും 1 വയസ്സുണ്ട്. എൻ്റെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ പറയുമ്പോൾ 2 വലിയ പുള്ളികൾ അടുത്ത് നിൽപ്പുണ്ട്. അവരുടെ ഭാര്യമാരെ എൻ്റെ ഭാര്യ മറിയാമ്മ അസംഷൻ കോളേജിൽ ലേഡീസ് മീറ്റിങ്ങിന് കൊണ്ടുപോയിരിക്കുക. അവർ കേട്ടേച്ചു പോയി. ഞാൻ ആരുടെ അടുത്തും പോയില്ല. 1 കിലോമീറ്റർ അകലെ 5000 രൂപ അന്ന് 71 ശമ്പളമുള്ള ഒരു അനിയച്ചായൻ എൻ്റെ കൂട്ടുകാരനുണ്ട്. പോയി പറഞ്ഞാൽ പുള്ളി തരും. 45 രൂപയെ വാടകയുള്ളൂ. 4 12 13 15 135 രൂപ 3 മാസത്തെ വാടക കുടിച്ചുക. കൊടുക്കാൻ നിവൃത്തിയില്ല. പിറ്റേ ദിവസം ഇറങ്ങി കൊടുക്കണം. ഞാൻ എന്ത് ചെയ്തു? 3-4 വീഞ്ഞ പെട്ടിക്കകത്ത് ഉള്ള പാത്രവും പുസ്തകവും എല്ലാം കൂടി അടുക്കി വാഴക്കച്ചി വെട്ടിക്കൊണ്ട് വന്ന് കയറ് മേടിക്കാൻ പോലും കാശില്ല. 10 പൈസ പോക്കറ്റിലില്ല. കെട്ടി പിറ്റേ ദിവസം രാവിലെ പോകാൻ എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. ഒരു പിടിവണ്ടി പിടിക്കാൻ കാശില്ല. എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാ. രാത്രിയിൽ കുഞ്ഞിനെ മടിയിലിട്ട് ഞാനും ഭാര്യയും പാട്ട് പാടി. ആരും സഹായം എല്ലാവരും ഭൂമി കണ്ടും കാണാൻ എന്നാൽ എനിക്കൊരു മതി. ലോകത്തെല്ലാവരും കണ്ണും കാണാതെയും പോകുന്നു. എന്നാൽ എനിക്കൊരു സഹായകൻ ആ പാട്ട് പാടി 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 സന്തോഷം. ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു മനപ്രയാസവുമില്ല, ഒരു വിഷമവുമില്ല. പിറ്റേ ദിവസം രാവിലെ ഇറങ്ങി കൊടുക്കണം. പാടിയിരിക്കുമ്പോൾ ഒരു മുട്ട ഒരാൾ കഥ തുറന്ന് അകത്തോട്ട് കയറി എന്നെ ഷാർപ്പായിട്ട്, അയ്യോ ഇത് പാസ്റ്റർ തമ്പിയാണോ? അന്നും താടിയുണ്ട്, കറുത്ത താടിയ, ഇന്ന് വെളുത്തു പോയി. പാസ്റ്റർ തമ്പിയാണോ? അതെ. എന്നെ ഓർക്കുന്നുണ്ടോ? നമ്മൾ തമ്മിൽ ആഗ്രായിൽ വെച്ച് കണ്ട കാര്യം മറന്നുപോയോ? ആഗ്രായിൽ യൂണിവേഴ്സിറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് യോഗം നടത്തി രക്ഷിക്കപ്പെട്ടൊരു ചെറുപ്പക്കാരൻ. പിൽക്കാലത്ത് പാസ്സായി, ഒറീസയിൽ ജോലി കിട്ടി, ഭാര്യ ഒരു എമ്മക്കാരെത്തി, അടൂരിൽ നിന്ന് കല്യാണം കഴിച്ചു. പുള്ളിക്കും ജോലി, ഒരു കുഞ്ഞുമായി. ഭാര്യയായിട്ട് ഉടക്കുണ്ടായി. ഭാര്യ കുഞ്ഞുമായിട്ട് പുള്ളിയെ ഇട്ടേച്ച് പോകുന്നു. 3 വീട്ടുകാരും നാട്ടുകാരും സ്വന്തക്കാരും എല്ലാം പോയി. ആരും പോയിട്ട് അവൾ അടുക്കുകയില്ല. അവസാനം അറ്റ കൈ പുള്ളി അവധിയെടുത്ത് വന്നു. ഭാര്യ വീട്ടിൽ ചെന്നു. ഭാര്യയും അമ്മായിയമ്മയും വഴക്ക് പറഞ്ഞവനെ ഓടിച്ചു. ഒരു കുപ്പി വിഷവും മേടിച്ച് അടൂര് വന്ന് ബസ്സിൽ കയറി പള്ളത്ത് പോവുക, വിഷം കുടിക്കുക, ചാകുക. കാരണം എൻ്റെ ഭാര്യയും കുഞ്ഞും ഒരിക്കലും എൻ്റെ കൂടെ വരിക. ഞാൻ ജീവിച്ചിട്ട് കാര്യമില്ല. ഈ വിഷക്കുപ്പിയുമായിട്ട് ചങ്ങനാശ്ശേരി വഴി പോകുമ്പോൾ ഞാൻ പാർക്കുന്ന വീടിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ വലിയൊരു ബോർഡ്, ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ, ക്രിസ്തു ഏക ഉത്തരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇയാള് ഈ സൈഡിലായിരുന്നു ഈ ബോർഡ് വായിച്ചു, ക്രൈസ്റ്റ് ഈസ് ദി ആൻസർ. പുള്ളി ദൈവം എൻ്റെ പ്രശ്നത്തിന് കർത്താവാണല്ലോ ഉത്തരം, യേശുവാണല്ലോ മറുപടി തരേണ്ടത്. ഞാൻ ഒരിക്കൽ വിശ്വാസിയായിരുന്നല്ലോ, ഞാൻ പിന്മാറിപ്പോയല്ലോ. വീട്ടിൽ ചെന്ന് വിഷക്കുപ്പി മാറ്റി വെച്ച് 2 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ചു, കരഞ്ഞ് നിലവിളിച്ച് യഥാസ്ഥാനപ്പെട്ടു. പുള്ളി ഞാൻ ഒന്നുകൂടെ പോകാം, ഭാര്യ വീട്ടിൽ പോകാം. പുള്ളി ബസ്സിൽ കയറി അടൂരി എന്ന് വേറെ ബസ്സെടുത്ത് നൂറിനാണ്ടി എന്ന് പഠിക്ക കണ്ടപ്പം ഭാര്യ ഓടി വന്ന് കയ്യൊക്കെ പിടിച്ചു. അച്ഛ 2 ദിവസമായി
എനിക്ക് ഉറക്കമില്ല, ഞാൻ കൂടെ പോരുക, ഞാനാ കുറ്റക്കാരൻ, എന്റെ കയ്യിലാണ് തെറ്റ, അച്ഛൻ്റെ കയ്യിൽ കുഴപ്പമൊന്നുമില്ല, ഞാനാണ് കുറ്റക്കാരൻ, ഞാൻ കൂടെ പോരുക. പുള്ളി പറഞ്ഞു, നീ പെട്ടിയൊക്കെ റെഡിയാക്കി വെക്ക. ഞാൻ ചങ്ങനാശ്ശേരി വരെ പോയി, ഞാനൊരു ബോർഡ് കണ്ടു, ആ ബോർഡ് എന്നെ രക്ഷിച്ച് അതിന്റെ പുറകിൽ ആരാ താമസിക്കുന്നു ഒന്ന് നോക്കിയേച്ച് വരട്ടുന്നു. വർഷം കയറി പറഞ്ഞപ്പോൾ ഞങ്ങൾ പാടുക, ആരും സഹായം എല്ലാവരും പാടി, ഒരു പിടിയില്ല, പാടി 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 പുള്ളി അവസാനം പുള്ളിക്ക് പോകണം, ലാസ്റ്റ് ബസ്സിന് പോകണം. പുള്ളി മുട്ടിയപ്പോൾ കഥ വന്ന് നോക്കിയപ്പോൾ ഞാൻ പുള്ളി കഥയെല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ പോയി, നാളെ രാവിലെ എൻ്റെ ഭാര്യയും കുഞ്ഞും ടാക്സി പിടിച്ച് കൊണ്ടുവരും, ഞങ്ങളെ പ്രാർത്ഥിച്ചയക്കണം. പോകുന്ന സമയത്ത് ഒരു കവറിൻ്റെ പോക്കറ്റിൽ ഇട്ടേച്ചു പോയി. പുള്ളി ഇറങ്ങി പോയി കഴിഞ്ഞു, ഞാൻ ശ്രദ്ധിച്ചില്ല. പുള്ളി പോക്കറ്റ് അറിയാമോ, പോക്കറ്റിലോട്ട് കൈ പോകുന്നുണ്ടല്ലോ, ഒന്ന് നോക്കിക്കേ എടുത്ത് നോക്കിയപ്പം 5 100 രൂപ നോട്ട്, 500 രൂപ. എനിക്ക് 145 മതി, 135 മതി. ദൈവം വന്നപ്പോഴോ നിനക്ക് ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി തരുവാൻ കഴിവുള്ളവന്. ഞാൻ ആരെങ്കിലും അധികപ്പെട്ടു, ഞാൻ ഒരു മനുഷ്യന്റെ അടുത്ത് പോയിരുന്നെങ്കിൽ കഷ്ടിച്ച് 135 തന്നേനെ, കഞ്ഞി കുടിക്കാൻ കാശ് കിട്ടുകയല്ല. എനിക്ക് 2 മാസം സുഖമായി ജീവിക്കാൻ ഇഷ്ടം പോലെ കാശ്, അവലോസ് പോലെ കാശ്. ശബരിമലയിൽ പോവാൻ നല്ലവെന്ന് രുചിച്ചറിവി, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. നിങ്ങൾ ഈ സഭ വളരണമെങ്കിൽ, വർദ്ധിക്കണമെങ്കിൽ നിങ്ങൾ ഫലം കായ്ക്കണം. നമുക്കൊരു വ്യത്യാസം വേണം, നമുക്കൊരു ആഴമേറിയ മാനസാന്തരം വേണം, രൂപാന്തരം വരണം. ഇല്ലെങ്കിൽ കായ്ക്കാത്ത ഫലമൊക്കെ, കായ്ക്കാത്ത വൃക്ഷമെല്ലാം. വായിച്ച യോഹന്നാൻ 15:4 മുതൽ, യോഹന്നാൻ സുവിശേഷം 15-ാം അധ്യായം. എന്നിൽ വസിപ്പീൻ, ഞാൻ നിങ്ങളിൽ വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ. കൊമ്പിന് മുന്തിരിവള്ളിയിൽ ഇന്ന് പലർക്കും കൂടെ ഞായറാഴ്ച മാത്രം മതി, അത് പേരിന്, അത് വളരെ കുറവാണ്. ഞായറാഴ്ചയും വിട്ടേച്ചു പോകുന്നവരുണ്ട്. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ട് എന്താ ഈ വാസം? ഫെലോഷിപ്പ്, പ്രയർ, ഫാസ്റ്റിംഗ്, കൂട്ടായ്മ, ആരാധന, കർത്താവുമായിട്ടുള്ള ബന്ധം നമുക്ക് അങ്ങനെ മാത്രമേ സ്ഥാപിക്കാൻ നോക്കൂ. പ്രാർത്ഥനയില്ല, കൂട്ടായ്മയില്ല, ഉപവാസവും ഇല്ല, ആരാധനയില്ല, പരക്കം വാങ്ങി നടക്കുക. കൊമ്പിന് മുന്തിരിവള്ളിയിൽ കർത്താവുമായിട്ട് അഭേദ്യമായ ബന്ധം കൂട്ടായ്മയിൽ അറിയാം. പിന്നെ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയുകയില്ല. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. ഒരുവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. പിന്നെ എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. എന്റെ കുഞ്ഞുങ്ങളെ, കർത്താവാ പറഞ്ഞേ, എന്നെ പിരിഞ്ഞ്. നമ്മളെല്ലാം പറയും കർത്താവ് കൂടെയാ. കള്ളം കക്കാൻ പോകുമ്പോഴും കർത്താവെന്ന് വിളിച്ചാണ് ഇല്ലേ? ഈശ്വര, കർത്താവ് കൂടെ നിൽക്കുമോ? ഇല്ല. ദൈവം കള്ളന് കൂട്ടം നിൽക്കുകയല്ല. ഓർത്തോണം, നിങ്ങൾ ആരാ? നിങ്ങൾ സത്യവിശ്വാസിയാണോ? ഒറിജിനലാണോ? ഡ്യൂപ്ലിക്കേറ്റ് ആണോ? കർത്താവ് തന്നിൽ വിശ്വസിച്ച അതവിടെ നിൽക്കട്ടെ. യഹൂദന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വചനത്തിൽ നിലനിൽക്കുന്നെങ്കിൽ വാസ്തവമായി ട്രൂ ഡിസൈപ്പിൾ, ഒറിജിനൽ. അപ്പം ഒറിജിനലും ഉണ്ട്, ഡ്യൂപ്ലിക്കേറ്റും ഉണ്ട്. കർത്താവിന് ഡ്യൂപ്ലിക്കേറ്റിനെ വേണ്ട. യോഹന്നാൻ 6
കർത്താവ് വായിക്കേണ്ട. കർത്താവ് പറഞ്ഞു, എൻ്റെ 40 മുതൽ 66 വരെ വായിച്ചാൽ എൻ്റെ മാംസം തിന്നാതെയും എൻ്റെ രക്തം കുടിക്കാതെയും ഇരിക്കുന്നവന് ജീവനില്ല. തൻ്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച്, ക്രൂശീകരണത്തെ കുറിച്ച് ഒരുവൻ അനുഗമിച്ചാൽ തന്നെത്താൻ രചിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണം. 6:66 വരുമ്പം അവന്റെ ശിഷ്യന്മാരിൽ പലരും പിന്നെ വായിച്ചേ, ശിഷ്യന്മാരിൽ പലരും പിൻവാങ്ങിപ്പോയി. അവന്റെ ശിഷ്യന്മാരിൽ പലരും ശിഷ്യന്മാർ പോയി. എന്നാ പറഞ്ഞത്? പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. റീസൺ എന്നാ? ഇത് അനുസരിപ്പാൻ ആർക്ക് കഴിയും? പിന്നെ അവനോട് കൂടെ സഞ്ചരിച്ചില്ല. കർത്താവിന് സങ്കടം ഉണ്ടായോ? ഭയങ്കര ഒരു കൂട്ടം. ഈ സഭയിലെ 90% ആളുകൾ പിരിഞ്ഞു പോകാനെങ്കിൽ ആണെന്ന് നിന്ന് സങ്കടമായിരിക്കും. പുറകെ വരും, അയ്യോ പോകല്ലേ, ഞാൻ കൂടുതലെല്ലാം പറഞ്ഞെങ്കിൽ എന്നോട് ക്ഷമിക്കണം, നിങ്ങളെ മുഴുവൻ എന്നോട് ക്ഷമിക്കണം. കർത്താവ് തിരിഞ്ഞ് പന്തിരുവരോട് എന്നാ പറഞ്ഞു? ആകയാൽ യേശു പന്തിരുവരോട്, നിങ്ങൾക്കും പോയിക്കൊള്ളുവാൻ മനസ്സുണ്ടോ? ശീമോൻ പത്രോസ് അവനോട്, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കലുണ്ട്. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും അറിഞ്ഞുമിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. നീ ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ വിശ്വസിച്ചും നിന്നെ വിട്ട് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? അങ്ങനെ പറയുന്നവരെ മതി. എന്റെ വാക്കുകൂടി അവസാനിപ്പിക്കാൻ ചോദിച്ചവരുമാരെ അങ്ങനെ പറയാൻ ഉള്ള ധൈര്യം നമുക്കുള്ളൂ. വലിയ കൂട്ടം പോയി, ഒരു ചെറിയ ശേഷിപ്പേ ഉള്ളൂ. കൃപയാലുള്ള തെരഞ്ഞെടുപ്പിന് പ്രകാരം ഒരു ശേഷിപ്പ് ബാക്കിയുള്ളൂ. നല്ല കൂട്ടം പോകും. 2 പേര് തിരികെ ഒരുത്തിയെ കൈക്കൊള്ളും, 2 പേര് കിടക്കയിൽ ഒരുത്തനെ എടുക്കും, 2 പേര് വയലിൽ ഒരുത്തനെ എടുക്കും. അതിന്റെ അർത്ഥം എന്നാ? തട്ടിപ്പോകും. നമുക്ക് സംഭവിക്കും. ഇന്ന് വാക്കാൻ ദൈവം എന്നെ വിളിച്ചത്, എന്നെ രക്ഷിച്ചത്, എനിക്ക് വേണ്ടി മുതൽ മുടക്കിയത്, എനിക്ക് വേണ്ടി ജീവനെ കൊടുത്തത്, ഞാൻ ദൈവത്തിന് ഫലം കായ്ക്കാൻ പ്രയോജനപ്പെടാൻ ഏത് നേരത്തും നിങ്ങളുടെ കർത്താവ് ഏത് നേരത്ത് വരുന്നെന്ന് അറിയായതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഒരുങ്ങിയിരിക്കണം. ഏത് നേരം അവൻ ഇന്ന് രാത്രി വന്നേക്കാം. നമുക്ക് സ്ഥാനത്ത് എഴുന്നേറ്റ് നമ്മുടെ കർത്താവ് ഏത് നേരത്ത് വരുമെന്ന് നിശ്ചയമില്ല. എപ്പോ വരുമെന്ന് സുവിശേഷം പറയുന്നത്? ഈ സുവിശേഷം ഭൂലോകമെങ്ങും സകല ജാതികൾക്കും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും. അപ്പോൾ അവസാനം വരും. എന്നാ അവസാനം വരാത്ത? 2 പത്രോസ് 3:9. ചിലർ താമസം എന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിറവേറ്റാൻ പിന്നെ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിപ്പാൻ നമ്മളോട് ദീർഘക്ഷമ ഓർക്കണം. മറക്കല്ല, കർത്താവ് കാത്തിരിക്കുക. ദീർഘക്ഷമ, കർത്താവിന്റെ ദീർഘക്ഷമയാണ് നമ്മൾ ജീവിച്ചിരിക്കുന്നത്. ഇന്ന് പൽക്കാലം നമ്മളെ തന്നെ സമർപ്പിക്കാം. കർത്താവെ ഞാനെന്നെ സമർപ്പിക്കുന്നു, ഞാനെന്നെ സമർപ്പിക്കുന്നു, ഞാനെന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ഞാൻ ഇതുവരെ ആകേണ്ടതുപോലെ ആയില്ല, ചെയ്യേണ്ടതൊന്നും ചെയ്തിട്ടില്ല, അങ്ങയ്ക്ക് വേണ്ടി പ്രയോജനപ്പെട്ടിട്ടില്ല, ഞാൻ ഫലം കായ്ച്ചിട്ടില്ല. നല്ല ഫലം കായ്പാൻ, നല്ല വൃക്ഷമായിരിക്കാൻ എന്നെ സമർപ്പിക്കുന്നു. എന്നെ രക്ഷിക്കണം, എന്നെ വീണ്ടെടുക്കണം, എന്നെ രൂപാന്തരപ്പെടുത്തണം, എന്നെ വ്യത്യാസപ്പെടുത്തണം, എന്നെ ശക്തീകരിക്കണം. ഓ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫലത്തേക്കായി നെഞ്ചത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവായ എന്റെ സൗകര്യമാർക്ക് വേണ്ടി ഈ വൈകവേളയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സന്ദർശിക്കണം, രൂപാന്തരപ്പെടുത്തണം, വ്യത്യാസപ്പെടുത്തണം, ഫലം കായ്ക്കുന്നവരെ
മോശക്കാർ അവരോ സാക്ഷികളായിരിക്കാൻ തങ്ങളെയും തങ്ങൾക്കുള്ളതിനിടയിൽ കർത്താവിന് വേണ്ടി, കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ചെലവായി പോകുവാൻ ഇവരെ സഹായിക്കണം, ഉപയോഗിക്കണം. കുടുംബത്തെയും ശുശ്രൂഷയും പ്രയോജനപ്പെടുത്തണം, വളർത്തണം, അനുഗ്രഹിക്കണം. ദേവദാസനെ കുടുംബത്തെയും അനുഗ്രഹിക്കണം. പ്രിയവാച്ചനെയും കുടുംബത്തെയും കർത്താവെ അന്ന് ശുശ്രൂഷയെ മാനിക്കണം. ഞങ്ങളുടെ അടുത്ത് കൃപ പകരണം, മഹത്വം വിളിക്കണം. പ്രാർത്ഥന എഴുതുന്ന സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.